നമ്മുടെ പിറവത്തുനിന്ന് വരുന്ന ഒരു വാർത്തയാണ്. അതായത് അമ്മയും അച്ഛനും രണ്ട് കുഞ്ഞുങ്ങളും പുഴയിൽ ചാടി ജീവൻ ഒടുക്കിയിരിക്കുകയാണ്. ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണോ നമ്മുടെ നാട്ടിലുള്ള എന്താ പറയുക സാമൂഹിക പ്രതിബദ്ധത? ഇതാണോ? അതായത് പിറവത്തുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ്. പക്ഷെ അവർ സഹായം തേടിയിരുന്നു കേട്ടോ. അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സഹായം തേടിയിരുന്നു. പോലീസുകാർ അവരുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് അവർക്കൊരു താമസ സൗകര്യം റെഡിയാക്കി കൊടുത്തിരുന്നു. പക്ഷേ അത് സ്വീകരിക്കുന്നതിന് മുന്നേ എല്ലാവരും ഈ ലോകം വിട്ടുപോയി എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, നമ്മുടെ നാട്ടിൽ അതായത് സഹായിക്കാനൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഈ സഹായങ്ങൾ കൃത്യമായിട്ടും അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെയാണോ കിട്ടുന്നത്? അതൊന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ എപ്പോഴും എന്ന് പറഞ്ഞാൽ പല സംഘടനകളും ഉണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫേസ്ബുക്കിൽ ഫോട്ടോ വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ അയൽവക്കത്തുള്ളവനെ നമുക്ക് സഹായിക്കാൻ കഴിയാത്തത്? ഇപ്പം ഇവർ താമസിച്ച ആ ഒരു വീടിൻ്റെ അയൽവക്കത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലർക്കും സഹായം ചെയ്യുന്നവരുമായിരിക്കും. എല്ലാവരും ഒരേ സാമ്പത്തിക സ്ഥിതിയിലുള്ളവരായിരിക്കില്ല. പലരും എന്ന് പറഞ്ഞാൽ പല സാമ്പത്തിക സ്ഥിതിയിലുള്ളവരുണ്ടാകും. നല്ല പൈസക്കാരും ഒക്കെ ഉണ്ടാകും. അവരാണെങ്കിൽ ചിലപ്പോൾ ദൂരെ നിന്ന് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരും ആയിരിക്കും. പക്ഷേ സ്വന്തം വീടിനടുത്ത് അരി വാങ്ങിച്ചോ എന്ന് ചോദിക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു വീട് എടുത്തു കൊടുക്കാൻ കഴിയാത്തത്? ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തീർക്കാൻ കഴിയാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയണ്ടത്, നമുക്ക് ഈ മനുഷ്യന്മാർക്ക് തീർക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇല്ല. ഇവർക്ക് എന്തുകൊണ്ടൊരു വീട് കിട്ടുന്നില്ല? ഇവിടെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കൊടുത്ത വീട്, പണ്ട് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കൊടുത്ത വീട് ഇപ്പോഴും പഴയതായി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം തല്ലി ഉടച്ച് കളഞ്ഞിട്ട് പുതിയ വീട് എടുക്കുന്നുണ്ട്. അതിനും അവർ പഞ്ചായത്തിൽ നിന്ന് കൃത്യമായിട്ട് പൈസയും വാങ്ങിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ജീവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള പാവങ്ങൾക്ക് കൃത്യമായിട്ട് അവരുടെ കയ്യിൽ ഈ അർഹതപ്പെട്ട ഈ സംഭവം വരാത്തത്? പിന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യമുക്തമായ കേരളം എന്ന്. ഇതാണോ ദാരിദ്ര്യമുക്തമായ കേരളം? അതായത് ഇതുപോലെ അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടോ? നമ്മളിപ്പോഴും മരിച്ചപ്പോഴല്ലേ ഇവരുടെ ദാരിദ്ര്യത്തെ പറ്റി അറിയുന്നത്? ഈ മക്കളുടെ വിശപ്പ്, അതായത് അവരുടെ വിശപ്പടക്കാൻ വരെ അവർക്ക് ആഹാരം കിട്ടാറില്ല എന്നറിയുന്നത് നമ്മൾ എപ്പോഴാണ്? ഈ ഒരു സംഭവം വന്നതിന് ശേഷമാണ്. അല്ലാതെ അപ്പോഴും നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? നമ്മളൊക്കെ നോക്കുമ്പോഴെന്താ, അവരൊക്കെ വയറ് നിറച്ച് മിഷ്ടാന ഭോജനം കഴിക്കുന്നവര്. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വിദ്വാന്മാർ എന്ന് പറഞ്ഞാൽ അരി വാങ്ങിച്ചിട്ട് അവർ തിന്നുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല? റേഷൻ അരി വാങ്ങിക്കുന്ന വിദ്വാന്മാരൊക്കെ റേഷൻ അരിയാണോ തിന്നുന്നത്? അവിടെ പോയി നോക്കണം. ചിലപ്പോഴും കോഴിയെ പോറ്റുന്നുണ്ടാകും, ചിലപ്പോഴും പശുവിനെ പോറ്റുന്നുണ്ടാകും, ചിലപ്പോഴും ആടിനെ പോറ്റുന്നുണ്ടാകും. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പരിശോധിക്കണം, ഇവർ തിന്നുന്നതാണോ? എന്ത് മാനദണ്ഡമാണ് ഇതിൻ്റെയൊക്കെ പുറകിലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയെങ്കിലും ഒരു ബാർപ്പിന്റെ വീട് കണ്ടു കഴിഞ്ഞാൽ അവൻ ഭയങ്കര സുഖമാണെന്ന് വിചാരിക്കരുത്. ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ അവന് ജോലിയോ കൂലിയോ ഒന്നും ഉണ്ടാവില്ല. അവൻ എങ്ങനെയൊക്കെയോ 900 ദിറംസിനോ റിയാലിനോ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടായിരിക്കും ഇത്. ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഓൻ വലിയ പണക്കാരനാണ്, ഓൻ്റെ ഇടയ്ക്കൊന്നും കൊടുക്കണ്ടെന്ന്. പൊതുവേ ഗൾഫുകാർക്ക് പറ്റുന്നൊരു സംഭവം ഇത്. അതായത് എല്ലാ ഗൾഫുകാരൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പണക്കാരല്ല. 900-നും 1000-നും ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ ദുബായിലേക്ക് പോകുന്നത്. അവിടെ പോയി കഷ്ടപ്പെട്ടതിന് ശേഷം 900, 1000 ദിറംസും കുബൂസും ഇതെല്ലാം കഴിച്ചതിന് ശേഷമാണ് അവരൊരു വീടൊക്കെ തല്ലിക്കൂട്ടുന്നത്. അങ്ങനെ വീട് തല്ലിക്കൂട്ടി എങ്ങനെയൊക്കെ കൂടി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയോ പണക്കാരനാണ്. കാരണം എന്താ? ഓൻ്റെ വീട് കാണുന്നില്ലേ? മാതിരി വീടാണ്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000-50,000 രൂപ കൊടുത്ത് ഒരു ആൾട്ടോയും കൂടി വാങ്ങിക്കും. അത് വാങ്ങിച്ചാൽ പിന്നെ തീർന്നു കഥ. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് സഹായം എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക തന്നെ വേണം. ഓരോ ആൾക്കാരും തൻ്റെ വീടിൻ്റെ മുന്നിലോ പുറകിലോ എവിടെയെങ്കിലും അയൽവാസികൾ ഭക്ഷണം കഴിക്കാതെ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അവർക്കുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കണം. പക്ഷെ അതെങ്ങനെയാ? മറ്റുള്ളവൻ്റെ വേദന കാണാനാണല്ലോ കൂടുതൽ ആൾക്കാർക്കും താല്പര്യം. ഇപ്പൊ 2-3 ദിവസം മുമ്പ് കണ്ടില്ലേ, ഒരുത്തനെ അടിക്കുമ്പോഴേ എല്ലാവരും നോക്കി നിൽക്കുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവന്റെ വേദന കാണുമ്പോഴാണല്ലോ ചില ആൾക്കാർക്ക് നല്ല സന്തോഷം വരുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാടക വീട്ടിൽ കിടക്കുമ്പോഴേ അവർ ഇത്രയും ദാരിദ്ര്യത്തിലാണെന്ന് എന്തുകൊണ്ട് അധികൃതരെ അറിയിച്ചില്ല? അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഒരു സംഘടനയെ അറിയിച്ചില്ല? ഇനി ഒന്നും വേണ്ട, ഞാൻ നിങ്ങളോട് ഉള്ള കാര്യം പറയുന്നത്, ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിട്ട് പറഞ്ഞാൽ മതി. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിട്ട് പറഞ്ഞാൽ മതി, ഇതാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്നാ ചെയ്യാന്ന്. എന്തെങ്കിലും ഒരു വഴി അവിടെ ഉണ്ടായി കളയും. അതാണ് ഞാൻ പള്ളി എന്ന് പറഞ്ഞത്, അതൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അമ്പലത്തിൽ കയറി പോയി കഴിഞ്ഞാൽ ആരും പരിഹാരം ഉണ്ടാക്കി തരുന്ന എനിക്ക് തോന്നുന്നില്ല.
അതുപോലെ തന്നെ നിങ്ങൾ അതായത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദാരിദ്ര്യം ഇതുപോലെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഒന്നൊക്കെ പൊതുസമൂഹത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കുക, അതാണ് വേണ്ടത്. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇയാളുടെ കാര്യം പോലീസ് അറിഞ്ഞിരുന്നു, ശരിയാണ്, പക്ഷെ ഇവരിങ്ങനെ ചെയ്യുമെന്ന് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ എന്താണ് കാണുന്നത്, അത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള സംഘടനകളൊക്കെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണക്കാരുടെ കൂടെ മാത്രമാണോ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സ്വന്തം അയൽവാസിയെ തിരിഞ്ഞു നോക്കാത്തവനാണ് മലയാളി എന്ന് പറയിപ്പിച്ചുകൊണ്ടിരിക്കലല്ലേ. പിറവത്തുള്ള നാട്ടുകാരോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കുടുംബം അവിടെ ഉണ്ടായിട്ട് നിങ്ങളൊരു കുറച്ച് ചെറുപ്പക്കാർ വിചാരിച്ചാൽ പോരെ അവർക്കൊരു മാന്യമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്? കുറച്ച് നാട്ടിലുള്ള ചെറുപ്പക്കാർ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്തെങ്കിലും ഒരു മാന്യമായിട്ട് അവർക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുത്തിരുന്നുവെങ്കിൽ ആ കുട്ടികളുടെ മുഖം ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനിയും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ മാത്രമായിരിക്കരുത് നമ്മുടെ ജീവിതം. ഇപ്പോഴതിനും പോകാറില്ല കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കും. ഇപ്പം എല്ലാവർക്കും ഒരു മന്ദതയാണ്. കാരണം വേണമെങ്കിൽ വന്ന് ചെയ്തോ, വേണമെങ്കിൽ ചെയ്താൽ മതി, വലിയ നിർബന്ധമൊന്നുമില്ല. അതായത് അവർക്ക് എല്ലാവർക്കും അറിയാം ജയിച്ചിട്ടും തോറ്റിട്ടും വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് അത്രയേ ഉള്ളൂ. പണ്ടങ്ങനെയല്ല. പണ്ട് ഒരു വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ ആൾക്കാർ അന്വേഷിച്ചു വരും, എന്തുകൊണ്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകാത്തത്, എന്തുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് അന്വേഷിച്ചു വരും. അതായത് ആ നാട്ടിലുള്ള സംഘടനകളെല്ലാം വരും. അതായത് ഈ ഒരു വീട്ടുകാർ ഏത് സംഘടനയിൽപ്പെട്ടാന്ന് ഏകദേശം രൂപ അവർക്ക് ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആരും അന്വേഷിച്ച് വരാനില്ല. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ, വേണ്ടെങ്കിൽ ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. ഈ ഒരു കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ഇത്രയും ആൾക്കാർ ഉണ്ടായിട്ടും കൂടി ഒരാൾ പോലും ഏറ്റെടുത്തില്ലല്ലോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയും ഇതുപോലെയുള്ള നിരവധി കുടുംബമുണ്ട് ഓരോ സ്ഥലത്തുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അയൽവക്കത്ത് ചുറ്റും നോക്ക്. ഫേസ്ബുക്കിലൊന്നും ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ട് ദൂരെ വരുന്നവർക്കെല്ലാം സഹായം നൽകേണ്ടത്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സഹായം ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ദൂരെയുള്ള ആൾക്കാർക്ക് ചെയ്യേണ്ടൂ. ഇവിടെ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലിയും കൂലിയും ആരോഗ്യം എല്ലാം ഉള്ള ഓരോരുത്തന്മാർ ഒരു 100 റുപ്യ വേണം, ഒരു 100 റുപ്യ തോതിൽ എല്ലാവരും ഒന്ന് ഇടുക എന്ന് പറയുമ്പോൾ എത്ര പൈസ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന അല്ലെങ്കിൽ കടം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന, രോഗം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേ, അതാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ലോകം തെച്ചും പോയിട്ട് ഒരുപാട് സഹായങ്ങൾ കൊടുക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ അയൽവക്കത്ത് തന്നെ സഹായത്തിന് വേണ്ടി കേഴുന്നവരുണ്ട്. അവർ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറലോകത്ത് വന്ന് ഇതൊന്നും പറയത്തില്ല. അതായത് പുറലോകത്ത് വന്ന് പറയാനൊക്കെ അവർക്ക് ഒരുപാട് മടിയുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊരു വാർപ്പിന്റെ വീടുണ്ടാകും. പക്ഷേ ഗൃഹനാഥൻ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടത്തിലായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഒരു 10-20 കൊല്ലം ജോലി ചെയ്ത ഒരു പ്രവാസി, ആ പ്രവാസിയുടെ അയാൾ പെട്ടെന്ന് നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നതിൻ്റെ കാരണമോ കാര്യങ്ങളോ ഒന്നും ആർക്കും അറിയില്ല. അങ്ങനെ ഒരു ദിവസം അയാളുടെ മകള് കോളേജിൽ പോയപ്പോൾ തല ഇറങ്ങി വീഴുകയാണ്. തല ഇറങ്ങി വീണപ്പോൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഒരാഴ്ചയോളമായി ആ കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട്, അതായത് അതിൻ്റെ പിന്നെ എന്താ പറയണ്ടേ അരിയാഹാരം എന്ന് പറയുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പം അതൊക്കെ അന്വേഷിച്ച് വീട്ടിൽ വന്നു. അതായത് ഇനി ഡയറ്റിൻ്റെ പ്രശ്നങ്ങളാണോ എന്നുള്ള തരത്തിൽ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോൾ കുടുംബത്തിന്റെ സ്ഥിതി കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. അതായത് വലിയ വീടും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ അയാൾ ഒരു കിഡ്നി രോഗിയാണ്. അയാൾ ആ രോഗം കൊണ്ടാണ് അയാൾ തിരിച്ച് നാട്ടിലേക്ക് വന്നത്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നിത്യ ദാരിദ്ര്യമാവുകയാണ്. ഒരാളോട് പോലും പറയാൻ കഴിയുന്നില്ല, അവരുടെ അഭിമാനം സമ്മതിക്കുന്നില്ല. അങ്ങനെ കിട്ടുന്നതെല്ലാം ഭക്ഷിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഈ ഗൃഹനാഥനാണെങ്കിൽ വലിയൊരു തുക വേണം, അതായത് ഡയാലിസിസിനും ഇതിനൊക്കെ ആയിട്ട്. അങ്ങനെ ഇത് കണ്ടപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയി. പിന്നീട് അയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും അയാൾക്ക് വേണ്ടിയിട്ട് പണം പിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായി. ആ ഒരു കുടുംബത്തിന് നേരെ ഈ പൊതുജനങ്ങളിലേക്ക് വന്ന് പറയാൻ കഴിയുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നിനക്ക് 2 നില വീടില്ലടോ, അതില്ലേ നിനക്ക്, പിന്നെ എന്നാ വേണ്ടത്? നമ്മൾ ഈ വീടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിച്ച സമയത്ത് നമുക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുക. ഇനിയും തന്നെ ഇങ്ങനെ ഒരു ദുരന്തം ഇല്ലാതെ പോകട്ടെ എന്നാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം കേട്ടാ. നന്ദി, നമസ്കാരം. കാണാൻ കഴിയുന്നില്ലായിരുന്നു.